മദ്യനയം വിശദമായി ചർച്ചയ്ക്കായി മന്ത്രിസഭ മാറ്റിവെച്ചു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ കൂടുതൽ ചർച്ച വേണമെന്ന അഭിപ്രായം. ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഡ്രൈഡേക്ക് മദ്യം നൽകുന്നതിനും കൂടുതൽ വ്യക്തത വേണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അഭിപ്രായമുയർന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, ഈ മദ്യനയം എന്തുകൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട എന്നുള്ള നിലപാടിലേക്ക് മന്ത്രിസഭാ യോഗം എത്തുന്നു? ഈ കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയുടെ കാര്യത്തിലും ഒപ്പം ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഡ്രൈഡേക്ക് മദ്യം നൽകുന്ന വിഷയത്തിലുമൊക്കെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത് ആരാണ് യോഗത്തിൽ? CPI ആണ് അതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വിവിധ വിഷയങ്ങളിൽ CPI വിവിധ വിഷയങ്ങളോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ CPI പങ്കുവെക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ATUC അടക്കമുള്ളവർ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കള്ള് ഷാപ്പുകൾ തമ്മിലുള്ള ദൂരപരിധി, അതിപ്പോൾ ആ ദൂരപരിധിയിൽ വലിയ രീതിയിലുള്ള കുറവ് വരുത്തണം. ഇപ്പോൾ വലിയ രീതിയിലുള്ള ദൂരപരിധിയാണ് ഇപ്പോഴുള്ളത്. അതിനകത്ത് ഇളവ് വരുത്തിക്കൊണ്ട് അടുത്തടുത്ത് കള്ള് ഷാപ്പുകൾ വരുന്ന രീതിയിൽ അതിനകത്ത് മാറ്റം വരുത്തണമെന്ന് ATUC ആവശ്യപ്പെട്ടിരുന്നു. ആ ദൂരപരിധിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ CPI പങ്കുവച്ചിട്ടുണ്ട്. അത് CPIയുടെ മന്ത്രിമാർ തന്നെ പങ്കുവച്ചു. അതിനകത്ത് മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരട് നയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം മേഖലയിൽ ഇളവ് നൽകുന്നത് ആണ് മദ്യനയം. ടൂറിസം മേഖലയിൽ ഇളവ് നൽകണം. കാരണം ടൂറിസ്റ്റുകൾ 1-ാം തീയതി ഡ്രൈഡേ ആയതുകൊണ്ട് കേരളത്തിലേക്ക് എത്തുന്നില്ല. അത് ഒഴിവാക്കി തരണമെന്ന ആവശ്യം ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് SI വകുപ്പിന് മുമ്പിലേക്ക് വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഇളവുകൾ നൽകാനുള്ള തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അത് മദ്യനയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ആണ് 1-ാം തീയതി മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിയിരുന്നത്. ടൂറിസവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, അതുപോലെ തന്നെ സെമിനാറുകൾ എന്നിവ നടക്കുന്ന സമയത്ത്, അത് എന്തെങ്കിലും സാധാരണഗതിയിലുള്ള സെമിനാറല്ല, രാജ്യാന്തര തലത്തിൽ നിന്നുള്ള അടക്കമുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകുക എന്നുള്ളത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായം ഈ യോഗത്തിൽ ഉയർന്നു വന്നു, മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു വന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഡ്രൈഡേയുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഡ്രൈഡേ ഒഴിവാക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ഇതിനകത്ത് വരണം. അത് എങ്ങനെയാണ് നൽകേണ്ടത്? അത് ദുരുപയോഗം ചെയ്യുമോ? പ്രത്യേകം പണം അടച്ചുകൊണ്ട് അതിൻ്റെ ലൈസൻസ് എടുത്ത് മദ്യം വിളമ്പാം എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പണമടയ്ക്കുമ്പോൾ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് സ്വാഭാവികമായിട്ടും നിലവിൽ തന്നെ അനുമതി ഉള്ളതാണ് മദ്യം വിളമ്പാൻ വേണ്ടി. 1-ാം തീയതി അത് ചെയ്യുമ്പോൾ പ്രത്യേകം പണമടയ്ക്കണം. അങ്ങനെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വന്നു. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കള്ളുചെത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കള്ള് ഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കണം എന്നുള്ള ആവശ്യം കൂടി പരിഗണനയിലേക്ക് വന്നു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് 2024-25 മദ്യനയം, അതായത് ഇനി 1.5 മാസം, 1 മാസവും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി ഉള്ളത്. ആ മദ്യനയം പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. പക്ഷേ അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ മദ്യനയം ചർച്ചയ്ക്കായി വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് ഈ മദ്യനയം കൂടി വരാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ട. എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തോടു കൂടി അത് അന്തിമമാക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിൽ ചർച്ചകൾ നടത്തി വേണം ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ. ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി എടുക്കണം. അതിനുവേണ്ടി ഉള്ള നീക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ, അത് CPM മുൻകൈ എടുത്തത് നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ഈ മദ്യനയം പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. അതിൽ ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ മദ്യം വിളമ്പുന്നതിന്, ഡ്രൈഡേക്ക് മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ, സംശയങ്ങൾ ഉയർന്നു വരുന്നു. കള്ളുചെത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട് കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അതെല്ലാം പരിഹരിച്ച് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്ന നിലപാടിലേക്ക് CPIയുടെ മന്ത്രിമാരടക്കം എത്തിച്ചേർന്ന പശ്ചാത്തലത്തിലാണ് മദ്യനയം ഇന്ന് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. സൈഫുദ്ദീൻ, ശരി, പുതിയ മദ്യനയത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. എന്നാൽ അത് വിശദമായ ചർച്ചയിലേക്കായി പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയാണ്. CPIയുടെ ഭാഗത്തു നിന്ന് ഈ കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയുടെ കാര്യത്തിലും ഡ്രൈഡേയുടെ കാര്യത്തിലുമൊക്കെ എതിർപ്പുയർന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ടെങ്കിൽ കൂടിയും മദ്യനയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. വിശദമായ ചർച്ചയ്ക്കായി പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയാണ്.